അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലെ? ഏതാണ് ആ ചാപ്റ്റർ? ഏരിയ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ചാപ്റ്റർ, 11ാമത്തെ പാഠം അല്ലെ? ആ ചാപ്റ്ററിലെ ഏരിയനെ കുറിച്ചും പെരിമീറ്ററിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ എന്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ഏരിയ, എന്താണ് പെരിമീറ്റർ എന്ന്. ഇത് രണ്ടും അറിയാതെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോയാൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ മിസ് ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് പെരിമീറ്റർ അല്ലെങ്കിൽ എന്താണ് ഏരിയ എന്നുള്ള കാര്യമാണ്. അതിനുവേണ്ടി മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഗാർഡൻ എടുക്കുവാണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ഗാർഡൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഇത് നോക്കി, ഇതൊരു ഗാർഡൻ ആണ്. അപ്പൊ ഈ ഗാർഡന് ചുറ്റും ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഫെൻസിങ് വെക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വേലി കെട്ടാൻ വേണ്ടി പോവാ. ഈ ആനിമൽസ് ഒക്കെ നമ്മുടെ ഈ ഗാർഡനിലേക്ക് കയറി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ചുറ്റും വേലി കെട്ടും. ഇപ്പൊ മതിലാണ് കെട്ടുന്നത്, വേലി എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാണ്? ഇതിന് ചുറ്റും ഞാൻ എന്ത് ചെയ്യാണ്? ഒരു വേലി ഇങ്ങനെ കെട്ടുവാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു കയർ ഉപയോഗിച്ചിട്ടാണ് ഈ വേലി കെട്ടുന്നത്. കമ്പിയില്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പി കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇതിന് വേലി, ഫെൻസിങ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, എത്ര നീളത്തിലുള്ള ഞാൻ കമ്പി വാങ്ങണം? എത്ര നീളത്തിലുള്ള കമ്പി വാങ്ങിയാലാണ് ഇതിന് ചുറ്റും എനിക്ക് ഫെൻസിങ് ചെയ്യാൻ പറ്റുക? അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഗാർഡന്റെ പെരിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ ഗാർഡൻ മെഷർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഇവിടെയുള്ള നീളം എന്ന് പറയുന്നത് 20 മീറ്റർ. ഇവിടെയുള്ള നീളം എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. ഇവിടെ 10 ആകുമ്പോ ഓപ്പോസിറ്റും എന്താണ്? 10 മീറ്റർ. അപ്പൊ ഇതിന് ചുറ്റും ഞാനൊരു കമ്പി കൊണ്ട് വേലി കെട്ടുവാണെങ്കിൽ ആ കമ്പിയുടെ നീളം എന്തായിരിക്കും? ഇവിടെ നോക്കുക, ഇവിടെ നിന്നാണ് ഞാൻ കമ്പി ചുറ്റാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പോകും. അപ്പൊ എത്രയായി? 20. ഇവിടുന്ന് ഇങ്ങനെ പോകും. എത്രയായി? 10. അപ്പൊ 20ഉം 10ഉം 30. ഇവിടുന്ന് ഞാൻ ഇങ്ങനെയും വെച്ചു, പിന്നെ 20, അപ്പൊ 50, പിന്നെയും പോയി. അപ്പൊ എന്ത് വന്നു? 10, 60. അതായത് ടോട്ടൽ ആയിട്ടുള്ള 20 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 10, അതായത് 60 മീറ്റർ. ഇതാണ് ഇതിന്റെ ചുറ്റുള്ള ബൗണ്ടറി ലെങ്ത് എന്ന് പറയുന്നത്. ഇതിനാണ് മക്കളെ നമ്മൾ എന്ത് എന്ന് പറയുക? പെരിമീറ്റർ എന്ന് പറയാ. ദ ടോട്ടൽ ബൗണ്ടറി ലെങ്ത്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെരിമീറ്റർ. സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് അപ്പൊ ഏരിയ എന്താണ്? മക്കളെ, ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പെരിമീറ്റർ പറഞ്ഞു അല്ലെ? ഇനി നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ പോവാം. ഇനി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ, ഈ ഗാർഡന്റെ ഉള്ളില് ഫുള്ളായിട്ട് പച്ച പുല്ല് അല്ലെ, ഗ്രാസ് പാച്ചസ് വെക്കാൻ തീരുമാനിച്ചു. ഫുള്ളായിട്ട് ഗ്രാസ് പാച്ചസ് വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ എത്ര സ്ഥലത്താണ് ഞാൻ ഗ്രാസ് പാച്ചസ് വെക്കുന്നത്? അപ്പൊ ഈ സ്ഥലം മുഴുവൻ ഞാൻ എന്ത് ചെയ്യണം? ഉള്ളിൽ മുഴുവനായിട്ട് ഗ്രാസ് പാച്ചസ് വെക്കുക. ഗ്രാസുകൾ, കുഞ്ഞു ഗ്രാസുകളില്ലേ, മറ്റേ നമ്മള് ലോൺസ് ഒക്കെ പറയും, വീടിന്റെ മുറ്റത്തൊക്കെ ലോൺസ് സെറ്റ് ചെയ്യില്ലേ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് ഗ്രാസ്, പുല്ല് വെച്ച് പിടിപ്പിക്കാൻ പോവാ. അപ്പൊ ഇതില് ഇത്രയും സ്ഥലത്ത് എനിക്ക് എന്ത് ചെയ്യണം? പുല്ല് വാങ്ങണം. അപ്പൊ എത്ര സ്ഥലത്തേക്കാണ് ഞാൻ പുല്ല് വാങ്ങണ്ടേ? വാട്ട് ഈസ് ദ ഏരിയ? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഉള്ളിലുള്ള ഈ ഒരു സ്ഥലത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് ഓരോ ഷേപ്പിനും ഓരോ പോലെയാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓരോ ഷേപ്പിനും ഓരോ പോലെയാണ്. ഇതിപ്പോ റെക്ടാംഗിൾ ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് 20, ബ്രെഡ്ത്ത് 10 മീറ്റർ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് 20 ഇൻറ്റു 10, 200 മീറ്റർ സ്ക്വയർ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാ? ഏരിയ എന്ന് പറയുന്നത്. റെഡി? ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും പറയാം. ഇവിടെ ഈ ഇതിനെ കുഞ്ഞു സ്ക്വയേഴ്സ് ആക്കി കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. കുഞ്ഞു സ്ക്വയേഴ്സ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഓരോ 1 മീറ്റർ, ഇവിടെയും 1 മീറ്റർ ഉള്ള കട്ടകളായിട്ട് നമ്മൾ ഇതിങ്ങനെ മുറിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ടോട്ടൽ കട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഏരിയ തന്നെയാണ്. അത് ആലോചിക്കണം. നമുക്ക് ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, അതായിരിക്കും കാര്യമായിട്ട് നിങ്ങൾക്ക് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞതും, ഇതാണ് നമ്മളുടെ പെരിമീറ്റർ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഏരിയ എന്താണ്, പെരിമീറ്റർ എന്താണ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഏരിയ, പെരിമീറ്റർ, ഈ ഒരു ചാപ്റ്ററിലെ
ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യപൂർവ്വം കമന്റ് ആയിട്ട് താഴെ ചോദിക്കാം. അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് മിസ്സുമാർ വരുന്നതാണ്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുക, നിങ്ങൾ ഇപ്പൊ സ്കൂൾ ഏത് ചാപ്റ്റർ ആണോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ എക്സാം ആണെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കമന്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക. Okay, so thank you dears, thank you so much for your valuable time. Have a great day. Bye bye.